നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് തൈമസ് ഗ്ലാൻഡ് ആണ്. തൈമസ് ഈസ് എ റിലേറ്റീവ്ലി ലാർജ് ഓർഗൻ ലൊക്കേറ്റഡ് ഇൻ ദി അപ്പർ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദി ചെസ്റ്റ് ക്യാവിറ്റി ജസ്റ്റ് ബിഹൈൻഡ് ദ സ്റ്റേണം. നമുക്ക് ആ പൊസിഷൻ നോക്കിയാൽ അറിയാം. ദ പൊസിഷൻ ഓഫ് തൈമസ് ഗ്ലാൻഡ് ഈസ് എവിടെയാ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി അപ്പർ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദി ചെസ്റ്റ് ക്യാവിറ്റി. ചെസ്റ്റ് ക്യാവിറ്റിയുടെ കുറച്ച് മുകളിലായിട്ടാണ്. ബട്ട് ജസ്റ്റ് ബിഹൈൻഡ് ദ സ്റ്റേണം. പിക്ചറിൽ നോക്കിയാൽ അത് കാണുന്നില്ല. സ്റ്റേണത്തിൻ്റെ ബ്രസ്റ്റ് ബോണിൻ്റെ പിറകിലായിട്ടാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് മുമ്പിൽ കാണിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ബിഹൈൻഡ് ദ സ്റ്റേണം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഓർഗനാണ്. ഇറ്റ് ഈസ് എ ബൈലോബ്ഡ് ഗ്ലാൻഡ്. Thymus gland is a bilobed gland consisting of lymphatic tissue. Thymus gland is a bilobed gland consisting of lymphatic tissue. Thymus gland produces a hormone called thymosin. Thymus gland produces a hormone called thymosin. Okay, what is the role of this thymosin? Thymosin is involved in the maturation of T cells. T cell B cell ഒക്കെ നമുക്കറിയാം, ഇമ്മ്യൂണോളജി നമ്മൾ പഠിക്കുന്നതാണ്. സോ തൈമസ് സെൽ ഈസ് ഇൻവോൾവ്. തൈമോസിൻ ഈസ് ഇൻവോൾവ് ഇൻ ദ മെച്ചുറേഷൻ ഓഫ് ടി സെൽ. ടി സെല്ലിൻ്റെ മെച്ചുറേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമോസിൻ സെക്രറ്റഡ് ബൈ എ ഗ്ലാൻഡ് കോൾഡ് തൈമസ്. തൈമസ് ഈസ് എ ബൈലോബ് ഗ്ലാൻഡ്. എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റഡ് ഇൻ ദി അപ്പർ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദി ചെസ്റ്റ് ക്യാവിറ്റി. അപ്പർ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദി ചെസ്റ്റ് ക്യാവിറ്റി ജസ്റ്റ് ബിഹൈൻഡ് ദി സ്റ്റേണം. അടുത്തൊരു ഗ്ലാൻഡാണ് pineal gland or pineal body, also known as epiphysis. Pineal gland or pineal body or epiphysis. It is a small endocrine gland in the brain. Okay, it is located in the brain. അതിന് പൊസിഷൻ നോക്കുക. ആ പിക്ചറിൽ നമുക്ക് കാണാം. രണ്ട് ഹെമിസ്ഫിയറിൻ്റെ ഇടയ്ക്കായിട്ടൊരു റെഡ് കളർ കാണുന്ന വളരെ സ്മോൾ ആയിട്ടുള്ളൊരു ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ ഷേപ്പ് ഓഫ് എ ടൈനി പൈൻ കോൺ. ഇറ്റ് ഹാസ് ദ ഷേപ്പ് ഓഫ് എ ടൈനി പൈൻ കോൺ. അതിൻ്റെ കളർ എന്താ? റെഡിഷ് കളറാണ് അല്ലേ? പിക്ചറിൽ നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് എ റെഡിഷ് ഗ്രേ ബോഡി എബൌട്ട് ദ സൈസ് ഓഫ് എ പി. ഇറ്റ് ഈസ് എ റെഡിഷ് ഗ്രേ ബോഡി എബൌട്ട് ദ സൈസ് ഓഫ് എ പി. ഒരു പയർമാൻ്റെ അത്ര വലിപ്പമുള്ള വളരെ ചെറിയ ഒരു സ്ട്രക്ചറാണ്. 8 millimeter മാത്രമേ ഉള്ളൂ ഹ്യൂമൻ ബീയിങ്ങിൽ. ഓക്കെ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയർ ദ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ ബിറ്റ്വീൻ ദി ടു ഹെമിസ്ഫിയേഴ്സ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയർ ദ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ ബിറ്റ്വീൻ ദി ടു ഹെമിസ്ഫിയേഴ്സ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. The hormone produced from this pineal gland is melatonin. Melatonin എന്ന് പറഞ്ഞ ഹോർമോണാണ് സെക്രേറ്റ് ചെയ്യുന്നത്. മറക്കരുത്, pineal gland secrete a hormone called melatonin. Okay, and melatonin is a derivative of amino acid tryptophan. നമ്മൾ തൈറോസിൻ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു. തൈറോക്സിൻ T3 T4 ആൻഡ് ഓൾസോ പിന്നെ എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. അതുപോലെ ഒരു അമിനോ ആസിഡാണ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, 3 ആരോമാറ്റിക് അമിനോ ആസിഡുകളുള്ളത്. തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഫിനൈൽ അലാനിൻ. അതിൽ തൈറോസിന് ഡെറിവേറ്റീവ് ഉണ്ട്, ഹോർമോൺ ഉണ്ട്. ട്രിപ്റ്റോഫാനും ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഹോർമോൺ ഉണ്ട്. ഓക്കെ, ഫിനൈൽ അലാനിൻ നമ്മൾ പഠിക്കില്ല. ട്രിപ്റ്റോഫാൻ്റെ ഡെറിവേറ്റീവ് ഹോർമോണാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രൊഡക്ഷൻ ഓഫ് മെലറ്റോണിൻ ബൈ ദ പീനൽ ഗ്ലാൻഡ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ ഡാർക്ക്നെസ് ആൻഡ് ഇൻഹിബിറ്റഡ് ബൈ ലൈറ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഓർക്കണം. മെലറ്റോണിൻ ഈസ് സെക്രേറ്റഡ് ഫ്രം ദി pineal gland. Melatonin is secreted from the pineal gland and it is a derivative of amino acid tryptophan, and the production of melatonin by the pineal gland is stimulated by darkness and inhibited by light. Stimulated by darkness. ഇരുട്ടത്ത് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. മെലറ്റോണിൻ ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യും. വെളിച്ചത്തിൽ അത് ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, വെളിച്ചത്തിൽ, ലൈറ്റിൽ. അപ്പോൾ ഇരുട്ടിനെയും വെളിച്ചത്തിനും തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തോ ഒരു ഫങ്ഷൻ ഉണ്ട് മെലറ്റോണിന്. ഓക്കെ, നൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ കഴിവ് ഈ ഹോർമോൺ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഡയൽ പീരിയോഡിസിറ്റി. ഓക്കെ, ഡയൽ പീരിയോഡിസിറ്റി, ദാറ്റ് മീൻ the melatonin signal forms part of the system that regulate the sleep-wake cycle. It regulates sleep-wake cycle. Okay, it has a role in regulating sleep-wake cycle. Sleep എന്ന് പറയുമ്പോൾ ഡാർക്ക്, വേക്ക് എന്ന് പറയുമ്പോൾ ലൈറ്റ് അല്ലേ? എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഡാർക്ക് കണ്ടീഷനിലാണ് നമ്മൾ സാധാരണ ഉറങ്ങുന്നത്. നേരം വെളുക്കുക എന്ന് പറയുമ്പോൾ ലൈറ്റ് കണ്ടീഷനാണ്. അപ്പോൾ ലൈറ്റിനെയും ഡാർക്കിനെയും, അപ്പോൾ ഡാർക്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, ലൈറ്റിൽ ഇത് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റിനെയും ഡാർക്ക്നെസ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? ഈ പറഞ്ഞ മെലറ്റോണിൻ ഹോർമോണിന്. സോ ഇറ്റ് റെഗുലേറ്റ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ. ഓക്കെ, എങ്ങനെയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്? ബൈ കെമിക്കലി കോസിങ് ഡ്രൗസിനെസ് ആൻഡ് ലോവറിങ് ദി ബോഡി ടെമ്പറേച്ചർ.
അപ്പോൾ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഏത് സമയത്താണ്? ഡാർക്ക്നെസ്സിലാണ്. സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് ഡാർക്ക്നെസ്സിലാണ്. ആ സമയത്ത് നമുക്ക് ഒരു കെമിക്കലി കോസിങ് ഡ്രൗസിനെസ്, ഒരു ക്ഷീണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് ബോഡി ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞ് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. രാത്രി ആവുന്ന സമയത്ത് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നത് ഈ മെലറ്റോണിൻ ഹോർമോണാണ്. മെലറ്റോണിൻ വേണ്ടത്ര രീതിയിൽ സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ വളരെ അലർട്ടായിട്ടിരിക്കും, നമുക്ക് ഉറക്കം മര്യാദയ്ക്ക് വരണമെന്നില്ല, രാത്രിയിൽ വളരെ ആക്റ്റീവായിട്ട് മാറും. ഓക്കെ, and it has a role in it has a regulatory role over the reproductive function. മെലറ്റോണിന് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനിൽ റോൾ ഉണ്ട്. എന്തൊക്കെയാ? ഇറ്റ് ഇൻഹിബിറ്റ്സ് ഒവേറിയൻ ഫംഗ്ഷൻ ആൻഡ് ഡിലേസ് സെക്ഷുവൽ മെച്യൂരിറ്റി. ഓക്കെ, മെലറ്റോണിൻ ഹോർമോൺ ഇൻഹിബിറ്റ്സ് ഒവേറിയൻ ഫംഗ്ഷൻ ആൻഡ് ഡിലേസ് സെക്ഷുവൽ മെച്യൂരിറ്റി. ഒവേറിയൻ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, സെക്ഷുവൽ മെച്യൂരിറ്റി ഡിലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെലറ്റോണിൻ കൂടുതൽ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്ഷുവൽ മെച്യൂരിറ്റിനെ ഡിലേ ചെയ്യും. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് മെലറ്റോണിൻ. ക്ലിയർ അല്ലേ? അടുത്തത് ഹാർട്ട് സെക്രീറ്റ് ഹോർമോൺ. ഹാർട്ടിൻ്റെ ഏട്രിയം സെക്രീറ്റ് ഹോർമോൺ കോൾഡ് atrial natriuretic hormone, otherwise called atriopeptine. Heart secrete a hormone called atrial natriuretic hormone or atriopeptine. What is the role of atrial natriuretic hormone? It is secreted when the blood pressure increases. Blood pressure in heart increases. ഹാർട്ടിലുള്ള ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ വേണ്ടി ഏട്രിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഹോർമോൺ. ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം റിലേറ്റഡ് ആണ്. സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോഡിയത്തിനെ മാക്സിമം സെക്രീറ്റ് ചെയ്യുക. സെക്രീഷൻ റീഅബ്സോർപ്ഷൻ, രണ്ട് വേർഡ് മാറിപ്പോരുത്. റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? റീനൽ ട്യൂബ്യൂളിൽ നിന്ന് ബൗമാൻസ് ക്യാപ്സ്യൂൾ വഴി PCT, ലൂപ്പ് ഓഫ് കൈൻലി, DCT വഴി പോകുന്ന ആ ഒരു റീനൽ ട്യൂബ്യൂൾ സ്ട്രക്ചറിൽ നിന്ന് സോഡിയത്തിനെ എവിടേക്ക് വിടുന്നതാണ്? പെരിട്യൂബുലർ ക്യാപ്പിലറീസിലേക്ക് വിടുന്നതാണ്. റീനൽ ട്യൂബ്യൂളിൽ നിന്ന് പെരിട്യൂബുലർ ക്യാപ്പിലറീസിലേക്ക് വിടുന്ന പ്രോസസ്സാണ് റീഅബ്സോർപ്ഷൻ. ബോഡി തിരിച്ചെടുക്കലാണ് റീഅബ്സോർപ്ഷൻ. അതേ സ്ഥാനത്ത് പെരിട്യൂബുലർ ക്യാപ്പിലറീസിൽ നിന്ന് തിരിച്ച് റീനൽ ട്യൂബ്യൂളിലേക്ക് റീനൽ ട്യൂബ്യൂളിലേക്ക് പറഞ്ഞു വിടുന്നതാണ് സെക്രീഷൻ. ഓക്കെ, സോ വെൻ സോഡിയം ഈസ് സെക്രീറ്റഡ് ഫ്രം ദി പെരിട്യൂബുലർ ക്യാപ്പിലറീസ് ടു ദി റീനൽ ട്യൂബ്യൂൾ, ഇറ്റ് അൾട്ടിമേറ്റ്ലി റിലീസസ് ത്രൂ യൂറിൻ, eliminated through urine. So sodium concentration in our body, in our blood circulatory system decreases. If sodium concentration decreases, along with water amount is also decreases, that results decrease in blood pressure. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ റോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊമോട്ട്സ് സോഡിയം എക്സ്ക്രീഷൻ ബൈ ദ കിഡ്നി. ഓക്കെ, സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷനെ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, സോഡിയം സെക്രീഷൻ ആൻഡ് എക്സ്ക്രീഷൻ. സെക്രീഷൻ ഇസ് റിലേറ്റഡ് ടു എക്സ്ക്രീഷൻ, എലിമിനേഷൻ ഓഫ് സോഡിയം. ഓക്കെ, സോ സോഡിയം എക്സ്ക്രീഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻഹിബിറ്റ്സ് എ hormone, an important hormone called aldosterone. ഓക്കെ, മിനറലോകോർട്ടിക്കോയിഡിൽ വരുന്ന ആൽഡോസ്റ്റിറോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഇൻഹിബിറ്റ്സ് ആൽഡോസ്റ്റിറോൺ സെക്രീഷൻ ബൈ അഡ്രിനൽ കോർട്ടെക്സ്. ഒരു സോഡിയം റീഅബ്സോർപ്ഷന് മാക്സിമം സോഡിയം റീഅബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, മാക്സിമം സോഡിയം റീഅബ്സോർപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ. ആ ആൽഡോസ്റ്റിറോണിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം റീഅബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാം. അപ്പോൾ സോഡിയം റീഅബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം സെക്രീഷനെ കൂട്ടാം. ഓക്കെ, സോഡിയം സെക്രീഷനെ കൂട്ടി സോഡിയം റീഅബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ട്സ് ഡിക്രീസ് ഇൻ blood pressure and blood volume. That is the role of atrial natriuretic hormone present in the or secreted from the heart wall, atrium. Atriopeptine is the another name. Next, gastrointestinal hormone. Gastro എന്ന് പറയുമ്പോൾ സ്റ്റൊമക്ക് ആണ്, ഇൻഡസ്റ്റൈൻ എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻഡസ്റ്റൈൻ. ഓക്കെ, സോ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഹോർമോൺ എന്ന് പറയുമ്പോൾ അത് സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്.
സ്റ്റൊമക്കിൻ്റെ സ്റ്റൊമക്കിനും സ്മോൾ ഇൻറ്റസ്റ്റൈനും കാണുന്ന മ്യൂക്കോസൽ എപ്പിത്തീലിയം, സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും കാണുന്ന മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിലെ ചില സെല്ലുകൾ എൻഡോക്രൈൻ സെല്ലുകളായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. എവിടെ കാണുന്നതാണ്? സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും കാണുന്ന മ്യൂക്കോസൽ എപ്പിത്തീലിയം. മ്യൂക്കോസൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിനെ കവർ ചെയ്യുന്ന എപ്പിത്തീലിയം. ഓക്കെ, അതിൻ്റെ വോളിനെ ലൈൻ ചെയ്യുന്ന, അതിൻ്റെ ഉള്ളിലുള്ള ലൂമനെ ലൈൻ ചെയ്യുന്ന മ്യൂക്കോസൽ എപ്പിത്തീലിയം. ദാറ്റ് മ്യൂക്കോസൽ എപ്പിത്തീലിയം ഹാസ് സം cell which has endocrine function. Okay, so mucosal epithelial cells have endocrine function. Okay, that endocrine cells secrete hormone. Okay, that endocrine cells എവിടെയാണ് endocrine cell കാണുന്നത്? ഇൻറ്റസ്റ്റൈനിലും സ്റ്റൊമക്കിലും കാണുന്ന മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിലുള്ള ചില സെല്ലുകൾ, എൻഡോക്രൈൻ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളാണ് ഈ ഹോർമോൺസ്. ഓക്കെ, എൻഡോക്രൈൻ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ. അവരൊരു പ്രത്യേകമായിട്ടുള്ള, ദീസ് സെൽസ് ആർ നോട്ട് ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിസ്ക്രീറ്റ് ഓർഗൻസ് സച്ച് ആസ് പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രിനൽ. ജസ്റ്റ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ ജസ്റ്റ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന സെല്ലുകളാണ് ഈ പറഞ്ഞ സെല്ലുകൾ ദാറ്റ് സെക്രീറ്റ് എൻഡോക്രൈൻ ഹോർമോൺ. ഓക്കെ, അവർക്ക് എന്ത് ഫങ്ഷൻ ഉണ്ട്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഫങ്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദീസ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ സെൽസ് സ്കാറ്റേഡ് ത്രൂ ഔട്ട് ദി മ്യൂക്കോസൽ എപ്പിത്തീലിയം ഓഫ് ദി സ്റ്റൊമക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഹോർമോണുകളാണ് സെക്രിറ്റിൻ, cholecystokinin, gastrin and glucose dependent insulin tropic peptide. Glucose dependent insulin tropic peptide. So secretin, cholecystokinin, gastrin and glucose dependent insulin tropic peptide. ഇതൊക്കെ ആ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോണുകളാണ്. ഓരോന്നിനും അതിൻ്റെതായ ഫങ്ഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? വെൽ ക്യാരക്ടറൈസ്ഡ് among them are secretin, cholecystokinin, gastrin and glucose dependent insulin tropic peptide. Glucosin, secretin, cholecystokinin, gastrin and glucose dependent insulin tropic peptide. ഇനി അടുത്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഹോർമോൺ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഹോർമോൺ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.